ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്തത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംഭാവന നൽകിയ ആളെന്ന നിലയിൽ അറിയാം. സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് അപേക്ഷ നൽകിയിട്ടില്ല. സ്വർണം പൂശിയത് സർക്കാരിനെ അറിയിച്ചിട്ടില്ല. മന്ത്രി എന്ന നിലയിൽ സ്വർണം പൂശിയതിൽ അറിവുണ്ടായിരുന്നില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നു. രജിത്ത്, ശനിയാഴ്ചയാണ് 2019 ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. SIT എന്തായാലും അന്വേഷണ സംഘം 2019 ദേവസ്വം മന്ത്രിയിലേക്കും എത്തിയിരിക്കുന്നു. ഈ ചോദ്യം ചെയ്യൽ അന്ന് എത്ര സമയത്തോളം നീണ്ടു? ആ രീതിയിലൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? നമ്മൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അത് വലിയ രീതിയിൽ തന്നെ വ്യാപകമാക്കുന്നു എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അന്വേഷണ സംഘം മന്ത്രിയിലേക്കും ഇപ്പോൾ തൊട്ടു മുമ്പുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് വരെ എത്തിയിരിക്കുന്നു എന്നതാണ്. മന്ത്രി അന്ന് ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും അതുപോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ശനിയാഴ്ചയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. 2 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ സംഭാവന നൽകിയ ആളെന്ന നിലയിൽ തനിക്ക് അറിയാം എന്ന് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ മൊഴി നൽകിയിട്ടുള്ളത്. സ്വർണം പൂശുന്നതിനായി ദേവസ്വം ബോർഡിൽ നിന്ന് അപേക്ഷകളൊന്നും ലഭിച്ചിരുന്നില്ല എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിനെ ഇക്കാര്യം അറിയിക്കാതെയാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം. സാധാരണ രീതിയിൽ ഇത് സർക്കാരിനെ അറിയിക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാടാണ് മൊഴിയിൽ ഈ കടകംപള്ളി സുരേന്ദ്രൻ സ്വീകരിച്ചിരിക്കുന്നത്. മന്ത്രി എന്ന നിലയിൽ സ്വർണം പൂശിയത് സംബന്ധിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല എന്നൊരു നിലപാടും മൊഴിയായി നൽകിയിട്ടുണ്ട്. നിലവിൽ പ്രാഥമികമായ ഒരു മൊഴിയെടുക്കൽ ആണ് അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളിയിൽ നിന്നും അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് അടക്കം അന്വേഷണ സംഘം നീങ്ങുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. എന്തുതന്നെയായാലും PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. നേരത്തെ മുതൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാട് PS പ്രശാന്ത് സ്വീകരിച്ചിരുന്നു. എന്നാൽ മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രൻ ഇത്തരം ഈ മൊഴിയാണ് നൽകിയിട്ടുള്ളത്. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം നീങ്ങുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും നിലവിൽ കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുകയാണ്. മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിൽ നിന്നാണ് അന്വേഷണ സംഘം മൊഴി എടുക്കുകയും ചെയ്തിരിക്കുന്നത്. രജിത്ത്, നമുക്കറിയാം ഈ നിലവിലെ സാഹചര്യത്തിൽ 2019 ശേഷമാണ് ഈ ശബരിമലയിലെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകളൊക്കെ കണ്ടെത്തുന്നത്. ആ സമയത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. ഏറ്റവും അവസാനം ഈ 2019 ദേവസ്വം ബോർഡിലെ മുഴുവൻ പ്രതികളും പ്രതിക്കൂട്ടിലാണ്. ഒരാളൊഴികെ ബാക്കി എല്ലാവരും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഉൾപ്പെടെ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തണമെന്നുള്ള കാര്യം നിരവധി തവണ ആവശ്യപ്പെട്ടതാണ്. കോടതി വൻ തോക്കുകളിലേക്ക് SIT എത്താത്തത് എന്ത് എന്നുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ആ സാഹചര്യത്തിലൊക്കെ 2019 ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് SIT എത്തുമ്പോൾ അന്വേഷണം എത്രത്തോളം നിർണായകമായ ഘട്ടത്തിലെത്തിയെന്ന് പറയാൻ സാധിക്കും? തീർച്ചയായും നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പേരെ ഇപ്പോൾ അന്വേഷണ സംഘം ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം, നിലവിൽ ശരിക്കും പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണ സംഘം വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് വീണ്ടും പോകുന്നു. ഒപ്പം തന്നെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് നേരത്തെ മുതൽ തന്നെ മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പങ്ക് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന വിവിധ കോണുകളിൽ നിന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അവയൊന്നും അന്ന് ആ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൂടുതലായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പ്രാഥമിക ചോദ്യം ചെയ്യൽ എന്ന നിലയിൽ എത്തിയിരിക്കുന്നത്. 2 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇതൊരു പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും. തുടർന്ന് അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ആവശ്യമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും കടകംപള്ളി സുരേന്ദ്രനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നു. മന്ത്രി അന്ന് ആ സമയത്ത് മന്ത്രിയായിരുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കും അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് കാര്യം. നേരത്തെ ഹൈക്കോടതിയുടെ അടക്കം അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കോടതിയുടെ ഏറെ വിമർശനങ്ങൾ ഈ ദേവസ്വം ബോർഡ് അന്നത്തെ അംഗങ്ങളായിരുന്നവരെ വിജയകുമാർ അടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ളവ നടത്താതിരുന്ന കാര്യത്തിൽ ഉൾപ്പെടെ കോടതിയുടെ വിമർശനങ്ങളിലേക്ക് എത്തിയിരുന്നു. ആ വിമർശനങ്ങളുടെ ഭാഗമായി കൂടി ആയിരിക്കാം ഒരു പക്ഷേ മന്ത്രിയിലേക്ക് വരെ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ എത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ
അന്വേഷണ സംഘം ശേഖരിച്ചതിന് ശേഷം വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നേക്കും എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക.